നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രനും പങ്കാളിയും എംഎൽഎയുമായ സച്ചിൻ ദേവും KSRTC ഡ്രൈവറുമായ റോഡിൽ നടത്തിയ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അന്വേഷണം അന്തിമഘട്ടത്തിൽ. ബസ് തടഞ്ഞതിന് MLAക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും. ഈ കേസിൽ മേയറെയും MLAയും പ്രതിയാക്കി പോലീസ് കുറ്റപത്രം നൽകുമെന്നാണ് സൂചന. ഇതിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനാണ് യദുവിനെതിരെ അന്വേഷണം കടുപ്പിക്കുന്നത്. ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാട്ടിയെന്നും അത് ചോദ്യം ചെയ്യുകയായിരുന്നു MLAയും മേയറുമെന്ന് വരുത്താനാണ് നീക്കം. MLA സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്നാണ് സാക്ഷിമൊഴി. ബസ്സിലെ യാത്രക്കാരാണ് മൊഴി നൽകിയത്. വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടുവെന്നും മൊഴിയുണ്ട്. MLA ബസ്സിൽ കയറിയ കാര്യം കണ്ടക്ടർ ബസിന്റെ ട്രിപ്പ് ഷീറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർവീസ് തടസ്സപ്പെട്ടതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോഴാണ് MLA ബസ്സിൽ കയറിയതും രേഖപ്പെടുത്തിയത്. ഈ രേഖ KSRTCയിൽ നിന്നും പോലീസ് ശേഖരിച്ചു. കുറ്റകൃത്യം നടന്നതിനാൽ ബസ്സിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള MLAയുടെ നീക്കം നിയമലംഘനമാകില്ലെന്ന വിലയിരുത്തലുമുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും സംഘവും ചേർന്ന് ബസ് തടഞ്ഞു നിർത്തുകയും സർവീസ് തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് യദുവിന്റെ പരാതി. KSRTCയുടെ സർവീസ് തടസ്സപ്പെട്ടിട്ടില്ലെന്നും കാർ കുറുകെ ഇട്ടിട്ടില്ലെന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ സച്ചിൻ ദേവ് MLAയും മേയറുമടക്കം പറഞ്ഞത്. എന്നാൽ ഇതിനെതിരായ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഇപ്പോൾ സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറി എന്നതിനുള്ള തെളിവാണ് കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റ്. ഈ കേസിൽ പോലീസ് വിശദ നിയമോപദേശം തേടും. ഇത് എതിരായാൽ ഉടൻ കുറ്റപത്രം നൽകും. അപ്പോഴും മേയറെയോ MLAയോ അറസ്റ്റ് ചെയ്യില്ല. അതിന്റെ സാഹചര്യം ഇല്ലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിലെ സംഭവങ്ങൾ പോലീസ് പുനരാവിഷ്കരിച്ചു. ഡ്രൈവർ യദു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസിന്റെ നടപടി. ഇതിലൂടെ യദുവിനെതിരായ കേസ് കടുപ്പിക്കുകയും ചെയ്യും. പട്ടം പ്ലാമൂട് മുതൽ PMG വരെയാണ് ബസ്സും കാറും ഓടിച്ച് പരിശോധിച്ചത്. മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നയാൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ മേയറുടെ മൊഴി വിശ്വസനീയമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരിശോധന നടത്തിയത്. യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 12-ലാണ് രഹസ്യമൊഴി നൽകിയത്. രഹസ്യമൊഴി നൽകാനായി മ്യൂസിയം പോലീസ് മേയർക്ക് നോട്ടീസ് നൽകിയിരുന്നു. യദു അശ്ലീല ആംഗ്യം കാണിച്ചെന്നാണ് മേയറുടെ പരാതി. ആദ്യം കണ്ടോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് നിലവിൽ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത്. ഈ കേസിലും യദുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. നേരിട്ട് കുറ്റപത്രം നൽകാനാണ് നീക്കം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.